അപ്പം ഞങ്ങളെ മാർച്ച് 5-ന് അതിവിപുലമായിട്ടുള്ള ഒരു കൺവെൻഷൻ പാലക്കാട്ട് വെച്ച് നടന്ന് ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് DMF-ന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നൊരവസരത്തിലാണ് ഈ പ്രസ് മീറ്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവിടെ വെച്ച് രൂപീകരിച്ചിട്ടുള്ള 311 പേരടങ്ങുന്ന ജില്ലാ കൗൺസിൽ, ആ കൗൺസിലിൻ്റെ യോഗം ഈ വരുന്ന മെയ് 14-ന് പാലക്കാട് വെച്ച് നടക്കുകയാണ്. അതിൽ ഇപ്പം കേൾക്കൂലേ? അപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കും. ഞങ്ങളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഐഡിയോളജിക്കൽ ഡോക്യുമെൻ്റ്. ഒരു പ്രത്യയശാസ്ത്ര രേഖയ്ക്ക് ഞങ്ങൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അന്നേക്ക് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഡോക്യുമെൻ്റ് അംഗീകരിക്കും. ഞങ്ങളുടെ ഈ നിലപാടിന് വലിയ പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഞങ്ങളുടെ കൗൺസിൽ യോഗം നടക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ തകർച്ചയുണ്ടായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പ് വലിയ ആശങ്കയിലാണ് എന്ന ഒരു ധാരണ ശക്തിപ്പെടുന്നൊരവസരത്തിൽ DMF-ന്റെ പ്രസക്തി ഏറെ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ ജില്ലാതലത്തിൽ ഞങ്ങളുടെ കമ്മിറ്റികളെല്ലാം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. കൗൺസിൽ യോഗത്തിന് ശേഷം മണ്ഡലം കമ്മിറ്റിയും എല്ലാ നിയോജക മണ്ഡലം കമ്മിറ്റികളും തൊട്ട് താഴെ പഞ്ചായത്ത് കമ്മിറ്റികളും ബ്രാഞ്ചുകളും രൂപീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ ജൂൺ മാസത്തിനകത്ത് പൂർത്തീകരിക്കും. എല്ലാ വർഗ ബഹുജന സംഘടനകളും, ക്ലാസ് ഓർഗനൈസേഷൻ, മൾട്ടി ക്ലാസ് ഓർഗനൈസേഷൻ, ഈ രണ്ടും ഞങ്ങൾ രൂപീകരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഒരു സമാന ചിന്താഗതിക്കാരുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചന തുടങ്ങിയിട്ടുണ്ട്. ജോണുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. CMP ഏതാണ്ടൊരു ധാരണയിൽ ഞങ്ങൾ എത്തുകയാണ്. പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ എന്നുള്ള രൂപത്തിൽ മറ്റാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. പലരും ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. ചിലത് ഞങ്ങൾക്ക് യോജിക്കാൻ ഇപ്പോൾ പ്രയാസമുള്ള ചില സംഘടനകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ യോജിക്കില്ല. കാരണം ഞങ്ങൾ ലെഫ്റ്റാണ്. ഇപ്പം ലെഫ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്ന, ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുമായിട്ടാണ് ഞങ്ങൾ ധാരണയുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് മത്സരിച്ച് വിജയിച്ച ആളുകളുമായി, സഖാക്കളുമായി, G. സുധാകരൻ, ഗോവിന്ദേട്ടൻ, കുഞ്ഞികൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പറയാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം, കൺവെൻഷനിൽ, പാലക്കാട്ട് മാർച്ച് 5-ന് നടന്ന കൺവെൻഷനിൽ എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ചതും പിന്നീട്
സതീഷ് ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ജില്ലയിലുണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാട് UDF പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. UDF പൂർണ്ണമായും പിന്തുണക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു, പിന്നെ ഇതൊരു പ്രശ്നമേ അല്ല എന്ന് ഞങ്ങളെ അവഗണിച്ച് തള്ളിയ ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ വളരെ ഡിസിസീവായ ഒരു ഫാക്ടറായി മാറും. ഞങ്ങളുടെ കൂടി താല്പര്യത്തിനനുസരിച്ച്, ഞങ്ങളുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും നിലവിലുള്ള ഘടനയിൽ മാറ്റം വരും. CPIM കയ്യിലുണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. തൃത്താലയും കോങ്ങാടും LDF കയ്യിലുള്ള ചിറ്റൂർ നഷ്ടപ്പെട്ടു. ഈ 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നതിൽ CPM LDF നഷ്ടപ്പെടുന്നതിൽ DMF വഹിച്ചിട്ടുള്ള പങ്ക്, ഞങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് മത്സരിച്ച് ജയിച്ച എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഒറ്റപ്പാലം സീറ്റിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ CPM ഒരു വിദ്വാൻ, അയാൾക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. കുറേ കാലമായിട്ട് പറയുന്നത് ശശി പ്രശ്നമേ അല്ല, പക്ഷെ ദിവസേന പറയുന്നത് ശശിയെ പറ്റിയാണ്. അടിക്കടി പത്രസമ്മേളനം വിളിക്കുക, പറയുന്നതെല്ലാം ശശിയെ പറ്റിയാണ്. ശശി ആരുമല്ല, പക്ഷെ ശശിയെപ്പറ്റി ആരും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശശിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശശി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ ഒറ്റപ്പാലത്ത് PK ശശി പരാജയപ്പെട്ടു, യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിൽ CPM പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നല്ലോ ഒറ്റപ്പാലം. അനായാസം ജയിച്ചു കളയാമെന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയല്ലല്ലോ അവിടെ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള രൂപത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടത്. അവിടെ മോശമല്ലാത്ത ഇലക്ഷൻ വർക്ക് നടത്തി. പക്ഷേ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ കണക്ക് ഒരു 4000 വോട്ടിന് ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് കണക്ക്. ആ കണക്ക് ശരിയായിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നം UDF വോട്ടിൽ 12,000-ഓളം വോട്ട്, 11,122 വോട്ട് കുറഞ്ഞുപോയി. 59,707 വോട്ടിൽ നിന്ന് 48,585 UDF വോട്ട് കുറഞ്ഞുപോയി. അപ്പോൾ BJP വോട്ടാകട്ടെ നല്ലതുപോലെ വർദ്ധിച്ചു. 25,000-ൽ നിന്ന് 42,476 വർദ്ധിച്ചു. ഇതാണ് CPM വിജയത്തിലേക്ക് കലാശിച്ചത്. CPM വോട്ടിൽ വർധനവുണ്ടായിട്ടില്ല. CPM വോട്ടിലുണ്ടായിട്ടുള്ള വർധനവ് ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ 2021 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ CPM വർധനവ് കേവലം 503 വോട്ട് മാത്രമാണ്. 503 വോട്ടാണ് CPM വർദ്ധിച്ചത്. അപ്പോൾ CPM ശക്തിപ്പെട്ടത് കൊണ്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെട്ടത് കൊണ്ടല്ല അവിടെ ഈ ഭൂരിപക്ഷം വർദ്ധിച്ചത്. ഈ 26,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തിയത് UDF വോട്ട് കുറഞ്ഞു പോയതുകൊണ്ടാണ്. അത് UDF ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പരിശോധിക്കണം. ഞങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF ഇക്കാര്യം പരിശോധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള മാറ്റമാണ് ഉണ്ടായത്. ഇപ്പോൾ 40,000-വും
ഒക്കെ ഭൂരിപക്ഷത്തിന് CPM സ്ഥിരമായി ജയിക്കാറുള്ള ആലത്തൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ജയിച്ചത് 8000-ഓളം വോട്ടുകൾക്കല്ലേ CPM ജയിച്ചത്? എത്ര വോട്ടാണ് കുറഞ്ഞു പോയത്? ഞാൻ ഓരോ മണ്ഡലം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലും പിന്നെ CPM-ൻ്റെ LDF-ൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ യാഥാർത്ഥ്യമൊന്നും ഈ CPM-ൻ്റെ ബഹുമാനപ്പെട്ട വിദ്വാൻ നടത്തുന്ന പ്രസ്താവനകളിൽ കാണുന്നേയില്ല. അയാൾ പറയുന്നത് എന്താ വെച്ചാൽ ജില്ലയിൽ ഒരു കുഴപ്പവും CPM-ന് സംഭവിച്ചിട്ടില്ല. 12-ൽ 7 സീറ്റ് കിട്ടി. ഇതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മണ്ണാർക്കാട് വെച്ച് ഇയാൾ പ്രസംഗം നടത്തുകയും പത്രക്കാരെ കാണുകയും ചെയ്തു. അവിടെ അദ്ദേഹം പറഞ്ഞ എന്താ? UDF-ൻ്റെ സ്ഥാനാർത്ഥി 5000 വോട്ടിനാണ് ജയിച്ചത്. അന്ന് UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി ഈ 5000 വോട്ട് ഉണ്ടാക്കി കൊടുത്തയാൾ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലില്ല. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹം പരാജയപ്പെടും, UDF പരാജയപ്പെടും. പക്ഷെ അവിടെ 25,000-ലേക്ക് ഭൂരിപക്ഷം ഉയരുകയല്ലേ ചെയ്തത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ കുത്തനെ കുറയുന്നൊരവസ്ഥയാണ് മണ്ണാർക്കാട് ഉണ്ടായിട്ടുള്ളത്. ചിറ്റൂർ മണ്ഡലത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെയെല്ലാം ചിറ്റൂർ, എൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ സതീഷ് ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറയും. മലമ്പുഴയിലും വോട്ട് കുറഞ്ഞു. മലമ്പുഴയിൽ 7305 വോട്ട് കുറഞ്ഞു. ആലത്തൂർ 13,089 വോട്ടാണ് CPM-ന് കുറഞ്ഞത്. ജില്ലയിലാകെ 78,499 വോട്ട്, 78,499 വോട്ട് 12 മണ്ഡലങ്ങളിൽ കുറഞ്ഞു. 10,000-കണക്കിന് പുതിയ വോട്ടർമാർ വന്നിട്ട് പോലും 5 കൊല്ലം പിന്നിട്ടപ്പോൾ CPM-ൻ്റെ ശക്തി വർദ്ധിക്കല്ല ചെയ്തത്, ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിക്കല്ല ചെയ്തത്. ജില്ലയിൽ വലിയ ഇടിച്ചിലാണ്, സ്വാധീനത്തിൽ വലിയ തകർച്ചയാണ് CPM-ന് ഉണ്ടായിട്ടുള്ളത് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജില്ലയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശരിവെക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഷൊർണൂർ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഷൊർണൂരിൽ പിന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ DMF ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ്. ഷൊർണൂരിൽ LDF-ൻ്റെ വോട്ട് 4000-ഓളം കുറഞ്ഞു. ഭൂരിപക്ഷവും കുത്തനെ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ചിറ്റൂരിൽ 25,857 വോട്ട് LDF-ന് കുറയുന്ന ഒരവസ്ഥയാണ് ചിറ്റൂരിലുണ്ടായത്. നെന്മാറ മണ്ഡലത്തിൽ 13,624 വോട്ട് കുറഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ 1,142 വോട്ട് കുറഞ്ഞു. ഇതൊക്കെ CPM-ൻ്റെ ശക്തിയല്ലല്ലോ. ജില്ലയിൽ, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPM വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് അസംതൃപ്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകളുടെ എണ്ണം, ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്തുള്ള സംഭവങ്ങളുടെ ഒരു പ്രതിഫലനമല്ലേ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കമ്മിറ്റിയല്ലേ. ആ കമ്മിറ്റിയിലൊരു അംഗമല്ലേ ഇന്നലെ രാജിവെച്ച് പുറത്തു പോയത്. ഞാനിനി ഈ പാർട്ടിയിലേക്കില്ല എന്നല്ലേ പറഞ്ഞത്. അയാളും ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ പാർട്ടീൻ്റെ ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചാണ്. ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചത് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചാണ്. എന്നാൽ കേരളത്തിലാകെ എടുക്കുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ബാലകൃഷ്ണ കോടിയേരിൻ്റെ മരണത്തിന് ശേഷം കേരളത്തിലെ പാർട്ടി CPIM വലിയ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമ്പൂർണമായ തകർച്ചയിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയത്. എവിടെയാണ് ഒരു മുന്നേറ്റം ഉണ്ടായത്? ഏത് ജില്ലയിലാണ് മുന്നേറ്റം ഉണ്ടായത്? CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പല മണ്ഡലങ്ങളും വലിയ രൂപത്തിലുള്ള തകർച്ചയല്ലേ നേരിട്ടത്. എത്രയെത്ര മന്ത്രിമാർ പരാജയപ്പെട്ടു,
പ്രധാനപ്പെട്ട നേതാക്കന്മാർ തോറ്റില്ലേ? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരു ഇടതുപക്ഷം എന്ന രൂപത്തിൽ കേരളത്തിലെ CPIM-നെ കാണുന്നില്ല. ഇടതുപക്ഷ നിലപാടുകൾക്കൊന്നൊരു കുഴപ്പമില്ല. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടായിരിക്കണം. മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിലനിർത്തേണ്ട വിശുദ്ധി പാർട്ടിക്കകത്ത് നിലനിർത്താൻ കഴിയുന്ന ആളുകളായിരിക്കണം. അതല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പല ജില്ലകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം പാർട്ടിക്ക് യാതൊരു രക്ഷയുണ്ടായിട്ടില്ലല്ലോ. പാർട്ടി പുതിയ പുതിയ പ്രതിസന്ധികളിലേക്ക് പോവുകയല്ലേ ചെയ്തത്. അങ്ങനെ കുറേ നേതാക്കന്മാരുണ്ടായാൽ മതി. ഇപ്പോൾ ഇപ്പുറത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് UDF-കാർ ആഗ്രഹിക്കുന്നത് MV ഗോവിന്ദനും A വിജയരാഘവനും ഒക്കെ, G സുധാകരൻ പറഞ്ഞല്ലോ, ആ വഴിക്ക് ഇവരെല്ലാം വന്നതുകൊണ്ടാണ് ഇത്രയധികം വലിയ അനായാസം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് G സുധാകരൻ സഖാവ് പറയുകയുണ്ടായി. അത് വസ്തുതയാണ്. ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാന സെക്രട്ടറിക്കും വിജയരാഘവനും ഒക്കെ, പിന്നെ ഇവരുടെ വലിയ വക്താവായിട്ടുള്ള ഈ പാലക്കാട്ടുകാരനും ചിറ്റൂർക്കാരനും ഒരു ചെറിയ അസുഖം പോലും ഉണ്ടാകരുത്. നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി CPM-ൻ്റെ നേതാക്കളായിട്ട് അവർ തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരങ്ങ് നിന്നാൽ മതി. അധികം കഴിയാതെ താമസിയാതെ വെയിലത്ത് വീണ ഐസ് പോലെ അലിഞ്ഞില്ലാതായി പോകുന്ന അവസ്ഥയാണ് CPM-ന് ഉണ്ടാകാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വരും, സർക്കാർ പുതുതായിട്ട് വരികയാണ്. ഇതൊന്നും ഇയാൾ അറിഞ്ഞിട്ടില്ല. നിലവിലുള്ള ഒരു രാഷ്ട്രീയ കാര്യങ്ങളും പഠിക്കില്ല. മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു ധാരണയും ഇയാൾക്കില്ല. ഈ പാലക്കാട്ട് ഇതുപോലെ എന്നിട്ട് എന്തെല്ലാമോ പുലമ്പിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പത്രക്കാരെ കാണും. പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം ശശിയാണ്. ശശിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനിടയിൽ പറയും ശശി പ്രധാനപ്പെട്ട കഥാപാത്രമേ അല്ല. പക്ഷേ ഈ ജില്ലയിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള തകർച്ച എന്തുകൊണ്ടുണ്ടായി എന്ന് പറയാൻ നാളിതുവരെ തയ്യാറായിട്ടില്ലല്ലോ. വിജയിച്ചു എന്നാണ് പറയുന്നത്. സംസ്ഥാന തലത്തിൽ തകർന്നടിയുമ്പോഴും തനി അഹങ്കാരത്തോടു കൂടി ആരുടെയൊക്കെയോ മേക്കെട്ട് കയറുന്നു, ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നു. ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയത് അറിഞ്ഞിട്ടേയില്ല. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം അധികാരത്തിൻ്റെ തണലിൽ നടത്തി കാട്ടിക്കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കള്ളക്കച്ചവടങ്ങളുണ്ട്, സ്പിരിറ്റ് കച്ചവടമുണ്ട്, എല്ലാ ഏർപ്പാടുകളും. അത് നടത്തിയ ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന നാളുകൾ അത്ര എളുപ്പമാകില്ല, സുഖമായിരിക്കില്ല എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല കാര്യങ്ങൾ അന്വേഷിക്കും. സഹകരണ സ്ഥാപനങ്ങൾ, ഒരു കരിവന്നൂരിൻ്റെ കാര്യമാണല്ലോ ഇവിടെ ആകെ പറഞ്ഞത്. കരിവന്നൂരിനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ, അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ ഈ ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, മണ്ണാർക്കാട് ഉൾപ്പെടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പല വിഷയങ്ങളും അന്വേഷണ വിധേയമാക്കാനിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം അന്വേഷിച്ചാൽ സ്ഫോടനം നടക്കും. അത്ര വലിയ വമ്പൻ കൊള്ളയാണ് പല ബാങ്കുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. സ്പിരിറ്റ് ഒഴുക്കാൻ ഇനി അത്ര എളുപ്പത്തിൽ സാധിക്കുമോ? പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെയെല്ലാം പീഡിപ്പിച്ചു. പോലീസിന് നിലപാട് മാറ്റാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് മതിയല്ലോ. സർക്കാർ സംവിധാനത്തിൽ മാറ്റം വന്നപ്പോൾ പോലീസ് പ്രതികരിക്കാൻ തുടങ്ങി. പോലീസുകാർ അടിമകളൊന്നും അല്ലല്ലോ. തെറ്റായ നിലപാട് കണ്ടാൽ പോലീസ് പ്രതികരിക്കും. ആ പ്രതികരണമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കണ്ടത്, അവിടെ ഉണ്ടായത്. അപ്പോൾ തോന്നിവാസങ്ങൾ നടത്തി ആനന്ദിച്ച ആളുകൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാഥാർത്ഥ്യവുമായിട്ട് ഇയാളിപ്പോഴും പൊരുത്തപ്പെട്ടു പോയിട്ടില്ല. ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ പാർട്ടിയുടെ പല ജില്ലാ നേതാക്കന്മാരും എന്ത് നിശബ്ദമായിരിക്കുന്നു? ഏതാണ്ട് മാനസികമായിട്ട് വന്ധ്യംകരിക്കപ്പെട്ടൊരവസ്ഥയിലാണ്.
മാനസികമായി വന്ധ്യംകരിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുന്ന ജില്ലയിലെ മറ്റ് നേതാക്കന്മാരെക്കുറിച്ച് പരമപുച്ഛാണ് നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. യഥാർത്ഥത്തിൽ ശക്തമായി പ്രതികരിക്കണ്ടേ? ഇപ്പം തിരുത്തും എന്ന് പറയുന്നുണ്ട് പാർട്ടി നേതൃത്വം, അല്ലേ? തിരുത്തും. ആദ്യം തിരുത്തേണ്ടത് എങ്ങനെയാ? ഇയാളെ മാറ്റണ്ടേ? ഇവരെ മാറ്റണ്ടേ? അത് മാറ്റാൻ തയ്യാറാകുന്നുണ്ടോ ഈ പാർട്ടി? ഇല്ല, ഇവരെയെല്ലാം നിലനിർത്തി കൊണ്ടുപോവുക. എന്താ കാര്യം? ഇയാളെ ഗ്രൂപ്പാ, സംസ്ഥാന സെക്രട്ടറിൻ്റെ ഗ്രൂപ്പാ. അയാളെ ഗ്രൂപ്പുകാരനായാൽ പിന്നെ ആർക്കും ആകാം. പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹമില്ല, പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല. മൂപ്പര കാര്യം നടക്കണം. ഇതിനപ്പുറമുള്ളൊരു കാര്യവും പ്രത്യേകമായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുതിയ സംവിധാനവുമായി മുമ്പോട്ട് പോവുകയാണ്. വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും സാധാരണ ജനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നോക്കിക്കാണുന്നത്. ധാരാളം ആളുകൾ ഞങ്ങളിലേക്ക് വരികയാണ്. അത്തരം ആളുകളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ മൂവ്മെൻറ്റിന് രൂപം കൊടുക്കാൻ ഈ മെയ് 14 നടക്കുന്ന ഞങ്ങളുടെ ജില്ലാ കൗൺസിൽ യോഗം ഏറെ സഹായകമാകും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു ചില കാര്യങ്ങൾ സതീഷ് പറയും. അല്ല, ഞങ്ങളിപ്പോൾ ലയനത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ അവരുമായിട്ട് യോജിക്കുക എന്നുള്ളതല്ല, അവരുമായി സഹകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള കാര്യം. വിശദമായിട്ടുള്ള കാര്യങ്ങൾ കൗൺസിൽ യോഗത്തിലുണ്ടാകും. എന്താണ് ആ പേര് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ആലോചിക്കുകയാണ്. അതായത് ഞങ്ങൾ പറയട്ടെ, ഞാൻ വ്യക്തമായി പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ടീം UDFൻ്റെ ഭാഗമാണ്. അവിതർക്കിതമായി ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ടീം UDF ആണ്. ടീം UDFൽ ഞങ്ങൾ പ്രതീക്ഷ പുലർത്തുന്ന ആളുകളാണ്. അതന്നെയാണ്, അതാ കറക്റ്റ്. അപ്പോൾ യഥാർത്ഥ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുന്ന സമയത്തും പറഞ്ഞല്ലോ, ഇടതുപക്ഷം എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് കടന്നാക്രമിക്കണ്ട. കാരണം ഇതാണ് ഇടതുപക്ഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ നയങ്ങൾ കൈവിടുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് പലപ്പോഴും UDFനാണ്. ആ UDFൻ്റെ ഇടതുപക്ഷ നയങ്ങളെ UDFനകത്തെ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ ശക്തി എന്ന രൂപത്തിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിനെ സഹായിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഇതാണ്. PV അൻവർ ലെഫ്റ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് ഞങ്ങൾക്ക് അയാൾ ബോധ്യപ്പെടുത്തി തരട്ടെ. RMP ഇപ്പം അവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. RMPയുടെ നേതാവും ഞാനും തമ്മിൽ കണ്ടിരുന്നു. അവർ നാട്ടിൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ യാദൃച്ഛികമായി കണ്ടപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. പക്ഷേ ജോണ് ആയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ചില ലെനിനിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, അവരുമായിട്ട് ഞങ്ങൾ യോജിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നേരിട്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം നമ്മളതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം നമ്മളെല്ലാം യോജിക്കണമെന്നുള്ള നിലപാടാണ് പറയുന്നത്. പക്ഷെ ആ നിലപാട് ഞങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അൻവർ ഒരു ലെഫ്റ്റാണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ബോധ്യപ്പെടുത്തി തരട്ടെ, അന്നേരം ആലോചിക്കാം. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഭിച്ചതുപോലെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തവണ താങ്കൾക്ക് ലഭിക്കും? ഏതെങ്കിലും കാലത്ത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവസാന നിമിഷം വരെ താങ്കളുണ്ടായിരുന്നു? അല്ല, ഏതെങ്കിലും കാലത്ത് ഇന്ന സ്ഥാനം കിട്ടണമെന്ന് ഞാൻ ഏതെങ്കിലും സന്ദർഭത്തിൽ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? ഞാൻ MLA ആയ സന്ദർഭത്തിൽ എനിക്ക് MLA ആകണമെന്ന് പറഞ്ഞ ആളല്ല ഞാൻ. അന്ന് ഞാൻ ഉണ്ടായിരുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെ വിളിച്ചു പറയുകയാണ്, നിർബന്ധമായിട്ട് മത്സരിക്കണം എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത്. ഞാൻ ആവശ്യപ്പെട്ടതല്ല. അത് കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോഴും ഇതേ ബാലകൃഷ്ണേട്ടൻ തന്നെയാണ് എന്നെ വിളിച്ച് പറയുന്നത്, ആ ചുമതല നീ ഏറ്റെടുക്കണം. അങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല.
ഏത് ഞാൻ ആവശ്യപ്പെടില്ല. UDF ആവശ്യപ്പെട്ടു. അത് UDF തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അല്ല, UDF തീരുമാനിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ടീം UDFിൻ്റെ ഭാഗമാണ്, ടീം UDFിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ എടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് കൂടി, എനിക്ക് കൂടി, ഞങ്ങൾക്ക് കൂടി ബാധകമായ തീരുമാനമാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ തന്നെ കാണാനല്ലേ താങ്കൾ ഇപ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ തന്നെ ഇപ്രാവശ്യം സ്റ്റേറ്റ് കാറി കാണാൻ പറ്റും. അല്ല, അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞില്ലല്ലോ. ഒറ്റപ്പാലത്ത് UDFിന്റെ വോട്ടുകൾ എത്രയധികം കുറഞ്ഞത്? മറ്റ് മണ്ഡലങ്ങളിലൊക്കെ UDFിന് വോട്ട് കൂടി 3 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കോങ്ങാടൊക്കെ തൊട്ടടുത്ത മണ്ഡലമാണല്ലോ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ UDFിന്റെ വോട്ടുകൾ കുറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ UDFുകാർ ബോധപൂർവ്വം വോട്ട് ചെയ്തിരുന്നതാണോ എന്താണ് എന്നുള്ളത് എന്താണ് വിലയിരുത്തുന്നത്? പരിശോധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ UDF പരിശോധിക്കണം, കോൺഗ്രസ് പരിശോധിക്കണം, ലീഗും പരിശോധിക്കണം, ഓരോരുത്തരും പരിശോധിക്കണം. ഞങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതെ, 3-ാം സ്ഥാനത്തല്ല, 2-ാം സ്ഥാനത്ത്. ചില ഘട്ടങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം ബൾക്കായിട്ട് ഈ വോട്ട് നഷ്ടപ്പെട്ടത് എങ്ങനെ, UDFിൻ്റെ വോട്ട് ഒന്നിച്ചിങ്ങനെ കുറഞ്ഞു പോയത് എങ്ങനെ എന്ന് പരിശോധിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ പരിശോധിക്കും. എന്നാൽ പരിശോധിക്കാൻ പ്രധാനമായും ബാധ്യതപ്പെട്ട ആളുകൾ അത് പരിശോധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം പിന്നെ ഏതെങ്കിലും UDFിൻ്റെ നേതാക്കൾ വളരെ ബോധപൂർവം എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് ഒരിക്കലും ഞാൻ അഭിപ്രായം പറയില്ല, ഞങ്ങളാരും പറയില്ല. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണെങ്കിലും എല്ലാം തന്നെ ക്രെഡിബിളായ നേതാക്കളാണ്. സംസ്ഥാന നിലവാരത്തിലുള്ള നേതാക്കളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് വലിയ മതിപ്പാണുള്ളത്. അവർ വളരെ ക്രെഡിബിലിറ്റിയുള്ള ആളുകളാണ്. ഈ അളിഞ്ഞ രീതിയൊന്നും അവർ സ്വീകരിക്കാറില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതെങ്കിലും നേതാവിൻ്റെ അറിവോടും നിർദ്ദേശത്തോടും കൂടി ഇങ്ങനെ സംഭവിച്ചു എന്നൊരാരോപണം ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മുമ്പോട്ട് വയ്ക്കില്ല. അങ്ങനെ ഒരിക്കലും പറയില്ല. പക്ഷെ പരിശോധിക്കേണ്ടത് പരിശോധിക്കണം. ഈ കോൺഗ്രസിന്റെ ചിഹ്നത്തിലല്ലാതിരുന്നുകൊണ്ടാണ് കുറച്ച് വോട്ടുകളൊക്കെ പോയതെന്ന് VK ശ്രീകണ്ഠൻ പറയുകയുണ്ടായി. ശ്രീകണ്ഠൻ പറഞ്ഞത് തെറ്റായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ G സുധാകരൻ ഇതേ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. സ്വതന്ത്ര ചിഹ്നത്തിലാണ് കുഞ്ഞികൃഷ്ണേട്ടൻ മത്സരിച്ചത്. സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയാണ് ഗോവിന്ദേട്ടൻ മത്സരിച്ചത്. അപ്പോൾ ചിഹ്നം ഏതാന്നുള്ളതല്ല, അതൊന്നും വിഷയമല്ല. അതൊക്കെ ജനങ്ങൾക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അത്ര വിവരമില്ലാത്തവരൊന്നുമല്ലല്ലോ. അവരെല്ലാവരും ജയിച്ചു എന്നിട്ടും ഒറ്റപ്പാലത്താണെങ്കിൽ പോയി. അവരെല്ലാവരും ജയിച്ചു, ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു. പക്ഷെ ഒറ്റപ്പാലത്ത് മാത്രം ഉള്ള വോട്ടും പോയി. പരാജയത്തിലൂടെ ആ പരീക്ഷണം മാത്രം ഒറ്റപ്പാലത്ത് വിജയിച്ചില്ല. ഒറ്റപ്പാലത്ത് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെല്ലാം തോറ്റാലും ഒറ്റപ്പാലം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തണം എന്ന ധാരണ വെച്ച് ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി വളരെ വലിയ ആസൂത്രിതമായൊരു നീക്കം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ഡീൽ എന്താണെന്ന്, അത് ആരൊക്കെ ആയിട്ടാണ് കച്ചവടം ഉറപ്പിച്ചത് എന്ന് ഞാനിപ്പം പറയുന്നില്ല. പക്ഷേ അടുത്ത് അധികം വൈകാതെ ഞാൻ പത്രക്കാരെ കാണും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വർദ്ധിച്ചത് ഒറ്റയടിക്ക് കൂടിയത്. UDFിന്റെ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളത് UDF പരിശോധിക്കട്ടെ. അല്ല, അത് അവർ പരിശോധിക്കട്ടെ എങ്ങനെയാ പോയത് എന്നുള്ളത്. സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു കോൺഗ്രസിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാത്തതാണ് ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ട് വരുന്നുണ്ട്. തെറ്റായ കാര്യം. അത് അങ്ങനെയുള്ളൊരു വിഷയമൊന്നും, അങ്ങനെയുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അവിടെ നല്ല യോജിപ്പോട് കൂടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. 11,122 വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത്രയും മാസ് വോട്ട് പോവാൻ അത്ര ബലമുള്ള പ്രാദേശിക നേതാക്കളുണ്ടോ? എന്നോട് ഇവർക്കാർക്കും എതിർപ്പില്ല.
അല്ല അത് അവര് പരിശോധിക്കണം എന്നാ പറയുന്നത്. UDF-ഉം കോൺഗ്രസും ലീഗും അതെല്ലാം പരിശോധിക്കണം. വോട്ടുകൾ എവിടെ പോയി? അതെ, അത് അവര് പരിശോധിക്കട്ടെ. പരിശോധിക്കും. അല്ലല്ല പരിശോധിക്കുന്നതാണ് പറഞ്ഞത്. അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് ഓരോരുത്തരും ഓരോ ടീം UDF എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ പാർട്ടിയാണല്ലോ, ആ പാർട്ടി എല്ലാം പരിശോധിക്കണം. പരിശോധിക്കും അതെന്താ പോയത്, ആ 11,000 വോട്ട് എങ്ങനെ മാറി എന്നുള്ളത് അവർ പരിശോധിക്കും. അതായത് പാർട്ടികൾ പരിശോധിക്കും. കോങ്ങാട്, ചിറ്റൂര്, അതോടൊപ്പം തന്നെ തൃത്താലയിലൊക്കെ വിജയത്തിന് നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് പറഞ്ഞു. അവിടെ മാത്രമല്ല, ആലത്തൂർ വോട്ട് കുറയ്ക്കുന്നതിൽ 12 മണ്ഡലത്തിലും DMF-ന്റെ പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ 75,000-ൽ പരം വോട്ടുകൾ ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF-ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാങ്കേതികമായി വിജയിച്ചിട്ടുണ്ടാവും 7 സീറ്റ്. പക്ഷെ വോട്ടിന്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾ പരിശോധിക്കും. അത് കുഴപ്പമൊന്നുമില്ല. അല്ല, DMF രൂപീകരിച്ചത് ഇപ്പൊ ഞങ്ങൾ മാർച്ച് 5-ന് കൺവെൻഷന് ശേഷമാണ് DMF. ഞങ്ങൾ ഒരു സീറ്റില് കുറച്ച് വോട്ടിന് പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ 100 വർഷത്തെ പാരമ്പര്യമുള്ള CPIM-ന് 23 MLA-മാരല്ലേ ഉള്ളൂ കേരളത്തിൽ. ബംഗാളിൽ ഒരു MLA അല്ലേ ഉള്ളൂ. തമിഴ്നാട്ടിൽ DMK-യുടെ പിന്തുണയോടെയല്ലേ 2 MLA. അപ്പൊ 100 വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനം 23 അസംബ്ലി മെമ്പർമാരല്ലേ കേരളത്തിനകത്തുള്ളൂ. അപ്പൊ അത് പരിശോധിക്കണ്ടേ? അങ്ങനെയല്ല, ഞങ്ങള് മാർച്ച് 5-ന് ഒരു കൺവെൻഷൻ വിപുലമായിട്ട് CPIM-നകത്തു നിന്ന് അതിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരുടെയും കൂട്ടായ്മ രൂപീകരിക്കുകയും ഒരു മണ്ഡലത്തിൽ ചെറിയൊരു വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ടാവും. പരാജയം എന്താണെന്ന് തെരഞ്ഞെടുപ്പ്, അത് ഇപ്പൊ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പരാജയമൊക്കെ നേരിടും. അതെന്താണെന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യും. ജയിച്ചു തന്നെയാണ്. അത്ര തന്നെ. 10 വോട്ടിന് ജയിച്ചാലും എത്ര വോട്ടിന് ജയിച്ചാലും ജയിച്ചു തന്നെയാണ്. ആ ജനവിധിയെ പരിപൂർണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അത് മാനിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ അഹങ്കരിക്കേണ്ട ഒരു സ്ഥിതിയൊന്നും CPM-നില്ല. കാരണം CPM-ന്റെ വോട്ട് വർദ്ധിച്ചിട്ടില്ല, CPM-ന്റെ സ്വാധീനത്തിൽ വർധനവേ ഉണ്ടായിട്ടില്ല. പക്ഷേ UDF-ന്റെ വോട്ടുകൾ കുറഞ്ഞു പോയി. ആ കുറഞ്ഞത് കൊണ്ടാണ് UDF-ഉം CPM-ഉം തമ്മിലുള്ള അകലം വർദ്ധിച്ചത്. ആ അകലത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടായത്. CPM ശക്തിപ്പെട്ടുകൊണ്ടല്ല. 3834 വോട്ടിനല്ലേ 2021-ൽ അവിടെ മന്ത്രിമണ്ഡലം വിജയിച്ചത്. 2 മന്ത്രിമാരല്ലേ പാലക്കാട് ജില്ലയിൽ പരാജയപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. 2 മന്ത്രിമാര് പരാജയപ്പെട്ട ഒരു ജില്ലയാണ്. 75,000 വോട്ട് കുറവാണ്. ആ ചിറ്റൂർ മണ്ഡലത്തിൽ 33,834 വോട്ടിനാണ് K. കൃഷ്ണൻകുട്ടിയേട്ടൻ ജയിച്ചത് 2021-ൽ. ആ 25,000 വോട്ട് കുറഞ്ഞില്ലേ ഇപ്പോ? പോലെയുള്ള UDF-ന്റെ ഒരു ശക്തിദുർഗമായ സ്ഥലത്ത് 2,500 വോട്ടിന് ലീഡ് LDF-നാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് LDF-ന് തച്ചനാട്ടുകരയിൽ ലീഡ് ഇല്ല. LDF-നല്ല, UDF-ന്. തച്ചനാട്ടുകര UDF-ന് ലീഡ്. തച്ചനാട്ടുകര പഞ്ചായത്തിലും കരിമ്പുഴ പഞ്ചായത്തിലും UDF-നാണ്. LDF-നല്ല, UDF-ന് ലീഡ്. അത് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചു, വോട്ടിങ്ങിൽ എങ്ങനെയാണ് കുറവ് വന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ടീം UDF തന്നെ പരിശോധിക്കും. അത് പരിശോധിക്കും. ഒന്നുമില്ല, തെരഞ്ഞെടുപ്പിലൊന്നും ആ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. കുറ്റം പറയാൻ ഒരു ഭയവുമില്ല. നല്ല ധീരതയോടുകൂടി നിന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ആരെ കുറ്റം പറയണേ? അതുകൊണ്ട് അല്ല, അതാണ് പാർട്ടികളല്ലേ പരിശോധിക്കേണ്ടത്. UDF കോൺഗ്രസ് പരിശോധിക്കണം. ഞാൻ UDF ടീമായി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് ഞങ്ങൾ പറയാം. നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ ഏത് നേതാവിനോട് എനിക്കറിയാം. നിങ്ങൾ മീഡിയയുടെ കരുത്തും മീഡിയയുടെ കുശാഗ്ര ബുദ്ധിയും ഒക്കെ നല്ല ധാരണയുള്ള ആളാണ് ഞാൻ. എന്ത് എല്ലാവരും എല്ലാ UDF കോൺഗ്രസ് നേതാക്കന്മാരും അല്ല, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എല്ലാ നേതാക്കന്മാരും. ആര്? അല്ല, അത് VD സതീശൻ മാത്രമൊന്നുമല്ല. ഇപ്പൊ KC പിന്നെ പ്രധാനപ്പെട്ട ലീഡറല്ലേ, അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ലീഡറല്ലേ, കരുത്തുള്ള ലീഡറല്ലേ. VD സതീശൻ പിന്നെ കേരളത്തിലെ സമർത്ഥനായ നേതാവാണ്. ഇവരൊക്കെയായിട്ടും എൻ്റെ വ്യക്തിപരമായ ബന്ധമുണ്ട്. അതുമാതിരി തന്നെ രമേശ് ചേട്ടൻ എൻ്റെ അടുത്ത പിന്നെ സുഹൃത്താണ്. ഇവരൊക്കെയായിട്ട് നല്ല ബന്ധമാണ്. എനിക്ക് പ്രത്യേകമായൊരു ശശി തരൂർ നമ്മുടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. ആര്?
അതെല്ലാം കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല എന്നാലും അല്ല, കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും യു ഡി എഫും എല്ലാം തീരുമാനിക്കുന്നൊരു തീരുമാനം, അതെന്ത് തീരുമാനമാണെങ്കിലും അത് ശരിയായ തീരുമാനം തന്നെയായിരിക്കും. കണക്ക് പറയേണ്ടത് അതെന്തായിരുന്നു? അല്ല, അത് മൊത്തത്തിൽ ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കണക്ക് തന്നെയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ഈ കോടിയേരിയുടെ കുടുംബമായിട്ട് താങ്കൾക്ക് അടുത്ത ബന്ധമാണ്. വല്ലാത്ത ബന്ധം അത്. അപ്പൊ അവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള അതൃപ്തിയോ പൊട്ടിത്തെറികളോ വല്ലതൊക്കെ ഉണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും അറിയാമെന്നാണ് മനസ്സിലായത്? കോടിയേരിയുടെ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. കോടിയേരിയുടെ വിനോദിനെ ചേട്ടിയാണ് സംസാരിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ ബന്ധത്തിനൊന്നും ഒരു പോറലുമില്ല. അപ്പൊ നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും പരാതികൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടോ, വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ പങ്കുവെച്ച കാര്യം നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ. ഈ പാലക്കാട് മണ്ഡലത്തില് CPM വോട്ട് UDF-ന് പോയിട്ടുണ്ടോ? ഏതില്? എവിടെ? പാലക്കാട് മണ്ഡലത്തിലൊക്കെ CPM തകർന്നു പോയില്ലേ? പാലക്കാട് ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് ഈ സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാ വരുന്നത്? അതൊന്നും ഈ മീഡിയ എടുക്കുന്നില്ലല്ലോ. എന്താ ഈ മീഡിയ എടുക്കാത്തത്? പാലക്കാട് നിങ്ങളതൊന്നും എടുക്കുന്നില്ലേ? സരിൻ എങ്ങനെ അല്ലെ? ഈ സരിൻ എന്ന് പറഞ്ഞ ഒരാള് ഈ CPM-ലേക്ക് വന്നു. വരുമ്പോ ഒരു 10 ആളെ കൊണ്ടുവരണ്ടേ? ഒരു പാർട്ടിയിലേക്ക് വരുമ്പോ ഒരു 4 ആളെ കൊണ്ടുവരണ്ടേ? ഞാനിപ്പോ CPM എന്ന് പോന്നു, ഞാൻ തനിച്ചല്ല പോകുന്നത്. നോക്കൂ, ഞാൻ തനിച്ചല്ല പോകുന്നത്. ആയിരക്കണക്കിന് വരുന്ന ആളുകളെയും കൂട്ടിയിട്ടാ വന്ന് ഞാൻ. എൻ്റെ കരുത്തങ്ങ് തെളിയിച്ചു ഞാൻ. ആ കരുത്തുമല്ല ഇപ്പോൾ നിൽക്കുന്നത്. ആ കരുത്ത് കുറയല്ല, ആ കരുത്ത് വർദ്ധിക്കുകയാണ്. ഇനി പുതിയ പുതിയ വിഭാഗങ്ങൾ ഞങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ബോധ്യപ്പെടും അടുത്ത നാളിൽ. ഇപ്പോൾ ഈ CPM-ന്റെ തകർച്ചയുണ്ടായല്ലോ. ഈ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പിന്നെ മലയിടിച്ചിൽ പോലെയുള്ള ഇടിച്ചിൽ CPM-ൽ വരാൻ പോവുക. ഒരു സംശയവും വേണ്ട. ഇന്നലെ പുറത്തായ ഇന്നലെ പുറത്തായിട്ടുള്ള അബ്ദുൽ ഷുക്കൂർ ഒരു നല്ല പ്രവർത്തകനാ പാലക്കാട്. നിങ്ങൾ ബന്ധപ്പെട്ടോ അദ്ദേഹത്തെ? ബന്ധപ്പെട്ടുണ്ടായോ? അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇനിയും വളരെ ശക്തമായ രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം. അപ്പം പാലക്കാട് അത് കഴിഞ്ഞ് സരിനെ കൊണ്ടുവന്ന ഒരാളുമില്ല. പിന്നെ അയാളെ അല്ല സരിൻ, അത് ഷുക്കൂർ വ്യക്തമാക്കിക്കോട്ടെ. ഷുക്കൂർ പറയട്ടെ. ഷുക്കൂർ ഇന്ന് ഇവിടെ ഇല്ല. അല്ല, നിങ്ങളല്ലേ അല്ല. ആളെ ചേർന്നു? പുതിയ ആളുകൾ ധാരാളം വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുക. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, കോഴിക്കോട്ട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, ആലപ്പുഴ നിന്ന്, ഇവിടെ നിന്നൊക്കെ ഞങ്ങളെ വിളിക്കുന്നത്. നമ്മളെപ്പോഴാണ് യോഗം ചേരുന്നത്? ഞങ്ങളെന്താ യോഗം ചേരാതിരിക്കാൻ കാരണം? ഇപ്പോൾ ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ ഞങ്ങളുടെ ബേസ് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. ഇത് ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ സംസ്ഥാന നിലവാരത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. LDF-ലെ ഏതെങ്കിലും ഘടകകക്ഷികളുമായിട്ട് ഏകദേശം ഒരു ഏ? LDF-ലെ നിലവിലുള്ള ഘടകകക്ഷികളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ LDF-ലെ ഘടകകക്ഷികളായ പലർക്കും ഇനി LDF-നകത്തകത്ത് നിൽക്കാനൊന്നും പറ്റില്ല പലർക്കും. കാരണം ഇത് ബംഗാൾ മോഡലിലേക്ക് പോവുകയാണ്. ബംഗാളിൽ ഇപ്പോൾ പിന്നെ ചില വിദ്വാന്മാരിപ്പോൾ പറയുന്നത് വെച്ചാൽ ഒരു സീറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ 35 കൊല്ലം തുടർച്ചയായിട്ടുള്ള ഭരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു സീറ്റ് കിട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു സീറ്റ് പോലും കയ്യബദ്ധം വന്നിട്ട് കിട്ടിയതായിരിക്കും എന്നാണ് തോന്നുന്നത് എനിക്ക്. ആളുകൾക്ക് എന്തോ ഒരു അബദ്ധം വന്നിട്ട് കിട്ടിയതായിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ ഇയാൾ വന്നു. ഇപ്പോൾ ആളുകൾ പറയുന്നത് പേയ്മെൻറ്റ് സീറ്റാന്നല്ലേ പറയുന്നത്. ഇയാളെന്ത് രാഷ്ട്രീയ പ്രവർത്തകനാണ്? മറ്റേ NMR അയാളെൻ്റെ ഒരു രോഗിക്കാരനാട്ടാ. ഞാൻ ഇടയ്ക്ക് പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല ഭക്ഷണം കിട്ടുന്നൊരു ഹോട്ടലാണ്. ഞാൻ അവിടെ പോയിട്ട് കഴിക്കാറുണ്ട്. അയാളെൻ്റെ സുഹൃത്താണ്. അയാൾ പാർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അയാൾക്ക് പേയ്മെൻറ്റ് സീറ്റാണല്ലേ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ ആരാ വാങ്ങിയത്, എത്ര വാങ്ങിയതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയാണ് വ്യാപകമായിട്ട് കേൾക്കുന്നത്. ഉണ്ടായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടില്ലേ ചെയ്തത്. അപ്പോൾ ജില്ലയിൽ ഈ പാർട്ടി വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര വോട്ടെ അടക്കാൻ ശ്രമിച്ചാലും ശരി, നാട്ടിലെ ജനങ്ങൾക്ക് ഇത് വളരെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തകർച്ചയിലേക്ക് പോവുകയാണ്. ആ തകർച്ചയിലേക്ക് CPIM മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ DMF-ന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. താങ്കൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ഈ പിണറായി വിജയനെയോ ഭരണത്തെയോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഇത്ര വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘടനാപരമായ പ്രശ്നമാണോ ഭരണപരമായ പ്രശ്നമാണോ വലിയ പരാജയം? രണ്ടും ഗൗരവമായിട്ടുള്ള ഈ പിന്നെ CPM-ന്റെ തകർച്ചക്ക്, CPM-ന്റെ ഗൗരവം LDF-ന്റെ തകർച്ചക്ക്, LDF-ന്റെ CPM-ന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് കാരണങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണത്തിൻ്റെ
ഭാഗമായി നടന്നിട്ടുള്ള ഒരുപാട് കൊള്ളരുതായ്മകൾക്കെതിരായിട്ടുള്ള നാട്ടിലെ ജനങ്ങൾക്കുള്ള ആരോടാ ധാർഷ്ട്യം കാണിക്കേണ്ടത്? ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരോട് ധാർഷ്ട്യം കാണിക്കട്ടെ. അപ്പം ഇടയ്ക്ക് അവർ പറഞ്ഞേക്കും ശശി ധിക്കാരിയാണ് എന്ന് പറഞ്ഞേക്കും. സാധാരണ മനുഷ്യനോട് ധാർഷ്ട്യവും ധിക്കാരവും കാണിക്കരുത്. അവൻ്റെ ദൈനംദിന പ്രശ്നങ്ങളുമായിട്ട് പിന്നെ നമ്മളെ തേടിയെത്തുന്നവരാണ്. അവനോടല്ല ധാർഷ്ട്യം കാണിക്കേണ്ടത്. ഇപ്പം പല CPM നേതാക്കന്മാരും കാണിക്കുന്ന ആരോടാ? ഈ പാവപ്പെട്ട ജനങ്ങളോടല്ലേ ധിക്കാരം കാണിക്കുന്നത്, ധാർഷ്ട്യം കാണിക്കുന്നത്. ആ ധാർഷ്ട്യത്തിന് ജനങ്ങൾ കൊടുത്ത മറുപടി ഒന്നത്. രണ്ട്, സംഘടനക്കകത്ത് വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത പ്രവണതകൾ, വളരെ വളരെ മോശപ്പെട്ട പ്രവണതകളാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാനവിടെ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇയാളിങ്ങനെ എല്ലാവരും ആരെപ്പറ്റിയും പറയും. പണ്ടെന്നോ ഷാഫിനെ പറ്റി പറഞ്ഞു, എന്താ ഇതൊക്കെ പറയും. ഇതെല്ലാം പറയുന്ന സമയത്ത് ഇയാളെ കയ്യിൽ തെളിവുണ്ടാകണ്ടേ? ഏതോ ഒരു സിനിമയിൽ ഈ ശങ്കരാടി രേഖ കാണിക്കുന്ന പോലെ, രേഖ കാണിക്കുന്ന പോലെ ഇയാളെ കയ്യിലെ രേഖയാള്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ പാർട്ടിക്ക് വലിയ തകർച്ച സംഭവിച്ചിട്ടും അത് സംബന്ധിച്ച് പ്രതികരിക്കാനും അതിനകത്ത് ഇടപെടാനും CPIM പാലക്കാട് ജില്ലയിലെ, ഞാനിപ്പോഴും വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല ബന്ധം പുലർത്തുന്ന പല നേതാക്കന്മാരും, നല്ല അത്യാവശ്യം കാര്യപരമായിട്ടെന്ന് ഞാൻ കണക്കാക്കുന്ന പല നേതാക്കന്മാരും തയ്യാറാകുന്നില്ല. എനിക്കറിഞ്ഞുകൂടെ എന്താ കാരണം എന്ന്. എന്തോ ആയിക്കോട്ടെ, ഈ വരാൻ പോകുന്ന കാലമെന്ന് പറയുന്നത് ഇവർക്കൊന്നും ഗുണമുള്ള കാലമായിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ വരുന്ന ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പറയും ഇതൊക്കെ അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം, ഉദ്യോഗസ്ഥന്മാരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അലർട്ടാക്കണം. ഇതൊക്കെ നാടിന് അപകടം പിടിച്ച കാര്യമാണ്. എന്നിട്ട് ഈ വക കള്ളക്കച്ചവടം നടത്തിയിട്ട് പിന്നെ വന്ന് മൂല്യം പറയുക, മൂല്യാധിഷ്ഠിത വർത്തമാനം പറയുന്നത്. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. DMF എല്ലാ മണ്ഡലങ്ങളിലും ആളുകളെ ഇറക്കിയെന്ന് പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ കൊണ്ടുവന്നു. പിന്നെ എന്തുകൊണ്ട് ഒറ്റപ്പാലത്ത് മാത്രമേ സാധിച്ചില്ല? ഒറ്റപ്പാലത്ത് DMF ഉണ്ടല്ലോ. DMF ഫാക്ടറി വളരെ വളരെ ആക്റ്റീവാണ്. ആരാ പറഞ്ഞു നിങ്ങളോട്? DMF പാലക്കാട് ജില്ലയിൽ DMFന് ഏറ്റവും ശക്തിയുള്ള ഒരു 5 മണ്ഡലങ്ങളിൽ DMF ഏറ്റവും പിന്നെ ഒറ്റപ്പാലം മണ്ഡലമുണ്ട്. DMFന്റെ ദൗർബല്യം കൊണ്ടല്ല ഒറ്റപ്പാലത്ത് പരാജയം വരുന്നത്. ഒറ്റപ്പാലത്തെ പരാജയം ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കി പറഞ്ഞാൽ ഒന്നുകൂടി പറയാ, UDFന്റെ വോട്ട് കുറഞ്ഞുപോയി. ആ കുറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളത് കോൺഗ്രസും ലീഗും പരിശോധിക്കണം. അല്ല, UDFന്റെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ്. UDFന്റെ വോട്ട് അത് UDFന്റെ നേതാക്കന്മാർ അംഗീകരിക്കുന്നുണ്ടേ. UDFന്റെ ലീഡേഴ്സിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം അത്. ശരി, പൈസ ഫുൾ കിട്ടുക.